അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് മാഗസിൻ ഡിസൈൻ. എലമെന്റ്സ് ഓഫ് മാഗസിൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മാഗസിൻ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. നമ്മൾ എഡിറ്റിംഗ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എഡിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ നന്നായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എഡിറ്റിംഗ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എഡിറ്റിങ്ങിൽ നമുക്കറിയാം നമ്മൾ നല്ല രീതിയിൽ നല്ല കണ്ടന്റുകൾ സെലക്ട് ചെയ്തു. അതിനെ വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ എല്ലാ ഘടകങ്ങളും അതിൽ ചേർത്തു. അതിനെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ വസ്തുതകളും കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. എന്നതിന് ശേഷം നമ്മൾ അതിൽ ഹൗസ് സ്റ്റൈൽ അനുസരിച്ച് തന്നെ നമ്മൾ അതിലെ വാചകങ്ങളും പ്രയോഗങ്ങളൊക്കെ മാറ്റി. ഈ രീതിയിൽ എഡിറ്റിംഗായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് എല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ കണ്ടന്റുകളെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാൻ പോകുന്നുണ്ട് എന്താണ് ഈ ചെയ്ത എഡിറ്റഡ് കണ്ടന്റുകളെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം അല്ലേ. നമുക്കറിയാം ഒരു മാഗസിൻ്റെ കണ്ടന്റുകൾ എത്ര തന്നെ നന്നായാലും നല്ല ആസ്വാദികരമായ രീതിയിലാണ് ലേഖനങ്ങൾ, കഥകൾ, കവിതകളൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാഗസിനാണ്. ആ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഒരു മാഗസിനാണെന്ന് വരുന്നത്. എങ്കിൽ കൂടി അതിൻ്റെ ഡിസൈൻ മോശമായാൽ അതൊരിക്കലും ആളുകളുടെ ഇടയിലേക്ക് വേണ്ട രീതിയിൽ ശരിയല്ലേ അല്ലേ. അപ്പം ഡിസൈൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റുകളൊക്കെ ആസ്വാദികരമാണ്, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വായിക്കാൻ താല്പര്യമുള്ള രീതിയിലൊക്കെ തന്നെയാണെങ്കിൽ കൂടിയിട്ടും ആളുകൾ അത് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ നന്നായിരിക്കണം. ആളുകളെ വാങ്ങാൻ അത് പ്രേരിപ്പിക്കുന്നത്, അതിൻ്റെ ആകർഷണീയത ഉണ്ടാക്കുന്നത് മാഗസിൻ്റെ ഡിസൈൻ ആണെന്നുള്ളതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പുറംചട്ടം മുതൽ അതിൻ്റെ ഉൾപേജുകളൊക്കെ തന്നെ നല്ല കളർഫുള്ളായ രീതിയിൽ ഡിസൈൻ ഉണ്ടെങ്കിലാണ് ആളുകളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു, വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആളുകൾക്ക് ആ ഒരു ആകർഷണം അതിനോടുണ്ടാക്കുന്നത് ഈ ഡിസൈനാണ്. നമ്മൾ ഏത് സാധനവും അങ്ങനെയാണല്ലോ. ഇന്നിപ്പം ഡിസൈൻ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടന്റ് ആണെങ്കിൽ കൂടി നല്ല ഡിസൈൻ പരമാവധി നല്ല എഫക്ട്സും കാര്യങ്ങളെല്ലാം ചേർത്ത് നല്ല ഡിസൈനുള്ള ഒരു വീഡിയോ കണ്ടന്റ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഹൃദ്യമായി അത് കേട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴും എന്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സമീപിക്കുമ്പോഴും നമ്മൾ ഡിസൈൻ നോക്കിയിട്ടാണ്. ഡിസൈൻ നല്ലതാണെങ്കിലാണ് അതിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതും നമ്മളത് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യാനിരിക്കുമ്പോൾ കണ്ടന്റ് എഡിറ്റ് ചെയ്ത കണ്ടന്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്തൊക്കെ ഘടകങ്ങളാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഹെഡ്ലൈൻസ്, സബ് ഹെഡ്ലൈൻസ്, ഇൻട്രോ, ബോഡി കോപ്പി, ഫുൾ കോട്ട്, റണ്ണിംഗ് ഹെഡ്, ഇമേജ് ക്യാപ്ഷൻസ്, ഫോളിയോ ആൻഡ് കവർ ഡിസൈൻ. ഇത്രയും ഘടകങ്ങളെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഘടകങ്ങളൊക്കെയാണ് നമ്മൾ ഡിസൈനിങ്ങിൽ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റത് ഹെഡ്ലൈൻസ്. ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് തലക്കെട്ടുകൾ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് ഹെഡ്ലൈൻസ്. അടുത്തതായിട്ട് നമുക്ക് പറയാം ഹെഡ്ലൈൻസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യം ഹെഡ്ലൈൻസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് പറയാം ഹെഡ്ലൈനുകൾ നല്ല ആകർഷണീയമായ ഒരു വാചകത്തിലായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നല്ലൊരു ഹെഡിങ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഡിസൈനും കൂടി നമ്മൾ നന്നാക്കണം. ഹെഡ്ലൈൻസ് ആർ ദ ഷോ വിൻഡോ ഓഫ് എ ഫീച്ചർ. ഒരു ഫീച്ചറിലേക്ക് ആൾക്കാരെ ആകർഷിപ്പിക്കുന്നതിന്റെ ഹെഡ്ലൈനാണ്. ഹെഡ്ലൈനിന്റെ ആ ഒരു അതിന്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻ, ആളുകളെ പെട്ടെന്ന് വായിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെന്റൻസ് ഉപയോഗിച്ചിട്ടുള്ള ഹെഡ്ലൈൻ ആണ്. എങ്കിൽ കൂടി അതിനൊരു നല്ല ഡിസൈൻ കൂടി നമ്മൾ നൽകുമ്പോഴാണ് അത് കൂടുതൽ നന്നാവുന്നത്. കാരണം അതാണ് ഷോ വിൻഡോ. ആ ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ആളുകൾ ആ ഫീച്ചർ താഴേക്ക് നോക്കി വായിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഹെഡ്ലൈൻസ് അട്രാക്ട് ദ റീഡേഴ്സ് ടു റീഡ് ദ കണ്ടന്റ്സ്. ഹെഡ്ലൈൻസ് കണ്ടന്റുകൾ വായിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന, ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. നല്ല ഹെഡ്ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും ആ കണ്ടന്റ് സ്കിപ്പ് ചെയ്ത് അത് വായിക്കാതെ നല്ല ഹെഡ്ലൈനുള്ള മറ്റ് ഒരു മാഗസിനിലെ കണ്ടന്റോ മറ്റോ വായിക്കാൻ താല്പര്യപ്പെട്ടേക്കും. ഹെഡ്ലൈൻസ് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഹെഡ്ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹെഡ്ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഹെഡ്ലൈൻ്റെ സൈസ്, ഹെഡ്ലൈൻ്റെ ഫോണ്ടിൻ്റെ സൈസ്, അതിൻ്റെ കളറ്, അതേപോലെ തന്നെ
അതിൻ്റെ വേർഡ്സിൻ്റെ സൈസ്, ഈ കാര്യങ്ങളൊക്കെ അതിന് ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ ബോൾഡാക്കിയിട്ട് അങ്ങനെ ഏത് രീതിയിലാണോ അത് കളർഫുള്ളായി അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് ആളുകളേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്രത്തോളം അത് നന്നാക്കുന്നു അത്രത്തോളം അതിൻ്റെ റീഡബിലിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ്. നമ്മുടെ മാഗസിൻ്റെ റീഡബിലിറ്റി, നമ്മുടെ കണ്ടന്റിന്റെ റീഡബിലിറ്റി, ഹെഡിങ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതോടുകൂടി വർദ്ധിക്കുന്നത്. എലമെന്റ്സ് ഓഫ് അടുത്തതായിട്ട് സബ് ഹെഡ്ലൈൻ നമുക്ക് പറയാനുള്ളത്. എലമെന്റ്സ് ഓഫ് സബ് ഹെഡ്ലൈൻ. സബ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് ഉപതലക്കെട്ടുകൾ. തലക്കെട്ടിന് താഴെ നമ്മൾ ബോഡി കോപ്പി ഭാഗത്തേക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഓരോ ഉപശീർഷകങ്ങൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. എന്താണ് സബ് ഹെഡ്ലൈൻസ്? എന്താണെന്ന് പറയാം, ഇറ്റ് മേക്കപ്പ് ദ ബോഡി കോപ്പി ഇൻ ടു മെനി പാർട്സ്. ബോഡി കോപ്പിയിലെ ഓരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ആക്കി മാറ്റി നിർത്തുന്നത് ഈ സബ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടാണ്. ബോഡി കോപ്പിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഒരാളെ കുറിച്ചുള്ള ഒരു പ്രൊഫൈലാണ്. ഒരാളെ കുറിച്ച് പ്രൊഫൈൽ പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം, അതൊരു പ്രത്യേക തലക്കെട്ടിലുണ്ട്, ഇന്ന ഭാഗത്തു നിന്നായിരുന്നു. പിന്നെ അടുത്ത അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, അത് വേറൊരു ഹെഡിങ് ആയിട്ട് നൽകുന്നു. ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റ് സെക്ഷൻസുകൾ, സെപ്പറേറ്റ് ഹെഡിങ്ങുകൾ, ഇതാണ് സബ് ഹെഡ്ലൈൻ. ഈ സബ് ഹെഡ്ലൈൻ നന്നായി ഡിസൈൻ ചെയ്യണം. ഇതിലേക്കും നല്ല ഡിസൈൻ കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേജായിട്ട് അത് മാറുന്നുള്ളൂ. കണ്ടന്റിന്റെ ആകർഷണീയതയോടുകൂടി നമ്മൾ ഇതിന്റെ ഡിസൈൻ, ഹെഡ്ലൈൻ്റെ ഒക്കെ ഡിസൈനും കൂടി നന്നാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഗിവ്സ് ദ റീഡർ ആൻ ഇൻസൈറ്റ് ടു ദ നെക്സ്റ്റ് ഫ്യൂ പാരഗ്രാഫ്. അടുത്തിനി വരാൻ പോകുന്ന പാരഗ്രാഫിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നത് സബ് ഹെഡ്ലൈൻ ആണ്. അപ്പോൾ സബ് ഹെഡ്ലൈൻ പെട്ടെന്ന് ആളുകളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ പെട്ടെന്ന് ആ സബ് ഹെഡ്ലൈനിലേക്ക് അടുത്ത് എന്താണ് ഹെഡിങ് ഒക്കെ വായിച്ച ഒരു പാരഗ്രാഫ് വായിച്ച ആൾ നിർത്താൻ നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഡിസൈനൊക്കെ കണ്ട് കളർഫുൾ ആയിട്ടുള്ള നല്ല സെന്റൻസുമാണ്, നല്ല ഡിസൈനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് വായിക്കാൻ ആളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, ആ സെക്ഷനോട് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൈസ്, ഫോണ്ട്, അതിൻ്റെ കളറ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ആ പേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നോക്കിയിട്ട്, മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫ്രെയിം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് ഇൻട്രോ. ഇൻട്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. ഇൻട്രൊഡക്ഷൻ അല്ലെ ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ കേട്ടതാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടന്റ്സ് ഓഫ് എ ഫീച്ചർ എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ് ഒരു നല്ലൊരു ഇൻട്രോ ഉണ്ടായിരിക്കും. ഇൻട്രോ എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ്റെ എലമെന്റ് ആയിട്ടാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷന്റെ സെന്റൻസുകൾ മാത്രം നന്നായി പോരാ. സെന്റൻസുകൾ നല്ലതാണ്, പക്ഷെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു മങ്ങിയ കളറിലാണ്, അല്ലെങ്കിൽ അതൊരു ഗ്രേ, ഒരു പെട്ടെന്ന് കാണാവുന്ന രീതിയിലല്ല അതിന്റെ ഒരു പേജിൽ നമ്മൾ ഡിസൈൻ കിടക്കുന്നത്. അത്ര ഡള്ളാണ് അതിന്റെ ലെറ്റേഴ്സും അതിന്റെ കളറൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്കിൽ അത് കഷ്ടപ്പെട്ട ആൾക്കാർ വായിക്കാൻ പോയിക്കൊള്ളുന്നില്ല. പക്ഷെ അത് നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന രീതിയിൽ അതിന്റെ ഡിസൈനും കൂടി നന്നാക്കി കൊടുത്താൽ, കണ്ടന്റുകൾ ഹൃദ്യമാണെങ്കിൽ ഡിസൈൻ കൂടി നന്നായാലും എന്ത് ചെയ്യും, ആളുകളത് വായിക്കുമെന്നുള്ളതാണ്. ദ ഇൻട്രോ കണക്ട്സ് ദ ഹെഡ്ലൈൻ വിത്ത് ബോഡി കോപ്പി. നമുക്കറിയാവുന്നതാണ്, നമ്മളെ ഹെഡ്ലൈൻ വായിച്ചിട്ട് നമ്മളെ ബോഡിയിലേക്ക് നമ്മൾ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ കണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉള്ളത് ബോഡി കോപ്പിയിലാണ്. നമുക്കറിയാം വിശദമായ കാര്യങ്ങൾ അവിടേക്ക് നമ്മളെ വായനക്കാരനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇൻട്രോ. ഹെഡ്ലൈനും ബോഡി കോപ്പിയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇൻട്രോ. അപ്പോൾ ഇൻട്രോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്താൽ ഇൻട്രോന്റെ ഭാഗം നല്ല ഷെയ്ഡുകളും അതിൻ്റെ ആ ഭാഗങ്ങൾ ഒന്നോ രണ്ടോ പാരഗ്രാഫിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഷെയ്ഡുകളും പ്രത്യേകമായ ലൈറ്റ് കളറുകളൊക്കെ കൊടുത്ത് നമ്മളതിന് സെപ്പറേറ്റ് ആക്കി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കൊരു പെട്ടെന്നൊരു ശ്രദ്ധ വരും. അതിൽ ഇൻട്രോയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. ബ്രീഫ്ലി ഡിസ്ക്രൈബ്സ് അപ്കമിംഗ് പോർഷൻ ഓഫ് ദ ബോഡി കോപ്പി. ഇനി വരാനിരിക്കുന്ന ബോഡി കോപ്പിയിലുള്ള പ്രധാനപ്പെട്ട ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇൻട്രോയിൽ ചെറുതായിട്ടൊന്ന് വിവരിക്കുന്നത്. ഇൻട്രോ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും, പക്ഷെ അതിന്റെ ചെറിയൊരു ഐഡിയ കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് വായിക്കാൻ പോകുന്ന ബോഡി കോപ്പി നന്നാകുമ്പോഴാണ് വായനയിലൂടെ അങ്ങനെ പോയിട്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ഇൻട്രോയും നല്ല രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ ബോഡി കോപ്പിയിലേക്ക് ആളുകൾ നീങ്ങുള്ളൂ. അടുത്ത സെറ്റ്സ് ദ ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളിന്റെ
ഒരു ടോൺ, അതിൻ്റെ ഒരു ഗാംഭീര്യം, അതിൻ്റെ ഒരു സീരിയസ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് ഈ ഇൻട്രോ ആണ്. ഇൻട്രോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇൻട്രോ നല്ല രീതിയിൽ അതിലെ സെന്റൻസുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്രമപ്പെടുത്തുന്നു. അങ്ങനെ നല്ല ലിറ്റററി വാക്കുകളൊക്കെ ഉപയോഗിച്ച്, നല്ല ആകർഷണീയമായ വാക്കുകളും വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് അതുപോലെ നല്ല ഡിസൈൻ വെച്ച് വെക്കുമ്പോഴാണ് അത് ആർട്ടിക്കിളിന്റെ ഒരു ടോൺ, ആർട്ടിക്കിൾ എങ്ങനെ ഉണ്ട്, ആർട്ടിക്കിളിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് ആളുകളേക്ക് ഉണ്ടാക്കുന്നത് ഇൻട്രോ വായിക്കുമ്പോഴാണ്. ഇൻട്രോ അതിന്റെ ടോൺ, ആർട്ടിക്കിളിന്റെ ടോൺ എന്താണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നു. സമ്മറൈസസ് ദ സ്റ്റോറി ആൻഡ് അട്രാക്ട്സ് ദ റീഡേഴ്സ് അറ്റൻഷൻ. ഇൻട്രോ സ്റ്റോറിയുടെ ഒരു ചെറിയൊരു രൂപമാണ്, ഒരു സമ്മറിയാണ്. അപ്പോൾ അങ്ങനെ സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നൽകുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇൻട്രോയിലുണ്ട്. ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്, ആളുകൾ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഇൻട്രോ ഷുഡ് ബി സെറ്റ് ഇൻ ബിഗർ ടൈപ്പ് സൈസ് ദാൻ ദ ബോഡി കോപ്പി. ബോഡി കോപ്പിയിലുള്ള ഭാഗങ്ങളെക്കാളും കുറച്ചുകൂടി വലിയ സൈസിലായിരിക്കണം ഇൻട്രോയിലെ ഭാഗങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടന്റ് നല്ല രീതിയിൽ നമ്മൾ എഴുതി, പക്ഷെ ഇൻട്രോയും ബോഡിയും ഒക്കെ ഒരേ ഫോണ്ടും ഒരേ സൈസും ഒരേ കോളത്തിലൊക്കെയാണ് നമ്മൾ പ്രസന്റ് ചെയ്തതെങ്കിലും വലിയ രീതിയിലുള്ളൊരു വായന നമുക്കതിന് ലഭ്യമാവില്ല. ആളുകൾ ഓരോന്ന് എടുത്തു കാണിക്കുന്ന രീതിയിൽ കൊടുക്കുമ്പോഴാണ് ആളുകൾ അതിലേക്ക് ഓരോന്നിലേക്കും ആകർഷിച്ച് അത് വായിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നുള്ളൂ, അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇൻട്രോ കുറച്ചുകൂടി സൈസ് കൂട്ടിയിട്ട് കുറച്ചുകൂടി നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടൊക്കെ വേണം, ബിഗർ ടൈപ്പ് സൈസിലായിരിക്കണം നൽകേണ്ടത്. അങ്ങനെയാവുമ്പോൾ ഇൻട്രോ പെട്ടെന്ന് എടുത്തു കാണിക്കുകയും ഇൻട്രോ ആളുകൾ വായിക്കുകയും സ്വാഭാവികമായിട്ടും ഇൻട്രോയിൽ ഇൻട്രസ്റ്റിംഗ് ആവുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാൻ ആളുകൾ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് മാൻ. അടുത്തത് ബോഡി കോപ്പി. നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് മാൻ, ബോഡി കോപ്പി. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് ബോഡി കോപ്പി. ഇൻട്രോ കഴിഞ്ഞു വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ബോഡി കോപ്പി എന്ന് പറയുന്നത്. ബോഡി ടെക്സ്റ്റ് എന്നും അതിനെ പറയുന്നു. ഒരു ആർട്ടിക്കിളിന്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ബോഡി കോപ്പി എന്നുള്ള ആ ഭാഗമാണ്. ഇൻട്രോ കഴിഞ്ഞ് കാര്യങ്ങൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഭാഗമാണ്. അവിടെയാണ് എല്ലാ കാര്യങ്ങളും വിശദമായ രീതിയിൽ നൽകിയിരിക്കുന്നത്. ഷുഡ് ബി ആസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആസ് ദ ഡിസൈൻ. അത് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് പോലെ തന്നെ അതിൻ്റെ ഡിസൈനും ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. അതിൻ്റെ സെൻറ്റൻസുകളും ഒക്കെ നേരത്തെ നമ്മൾ എഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് നല്ല രീതിയിൽ സംവിധാനിച്ചിരിക്കുകയാണ്, ക്രമീകരിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് ഹൃദ്യമാകുന്ന രീതിയിലുള്ള എല്ലാ രീതികളും ഉപയോഗിച്ച് വളരെ ആലങ്കാരികമായ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇൻട്രോ നന്നാക്കിയിട്ട് ബോഡി കോപ്പി നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈൻ കൂടി നമ്മൾ നന്നാക്കണം. അതിൽ നമ്മൾ ഷെയ്ഡുകളും അതേ കോളമൊക്കെ വൈറ്റ് സ്പേസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. വളരെ താല്പര്യജനകമായ രീതിയിൽ ആളുകളെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത് എഴുതണം. നമ്പർ ഓഫ് കോളംസ്, സൈസ് ഓഫ് ദ ബോഡി കോപ്പി, അതാണ് നേരത്തെ പറഞ്ഞത്. അതിന്റെ ഇത്ര കോളത്തിൽ നമ്മൾ ബോഡി ചെയ്യുന്നു. അതേപോലെ അതിന്റെ ബോഡി കോപ്പിയുടെ വലിപ്പം 2 or 3 പേജുകളിലൊക്കെയാണ് ബോഡി കോപ്പി നമ്മൾ മാഗസിനിൽ പൊതുവെ കാണാറുള്ളത്. അപ്പം 2 കോളം അല്ലെങ്കിൽ 3 കോളമാണ് പൊതുവെ നമ്മൾ മാഗസിൻ്റെ ഒരു പേജിൽ കാണുന്നത്. നമ്മൾ പത്രത്തിൽ നമുക്കൊരു 8 കോളം നമ്മൾ കാണാറുണ്ട്. 8 കോളം ഇങ്ങനെ 8 കോളമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ മാഗസിനിൽ നമുക്ക് ഒരു പേജിൽ 1 കോളം, 2 കോളം, 3-ാമത്തെ കോളം, അങ്ങനെ 3 കോളമായിട്ടാണ് ഒരു മാഗസിൻ്റെ ഒരു പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ചിലതിൽ 2 കോളമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കോളംസ് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് അതിൻ്റെ വൈറ്റ് സ്പേസ് ഒക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നാക്കിയിട്ട് വേണം ബോഡി കോപ്പി നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എലമെന്റ്സ് ഓഫ് മാൻ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് മാൻ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തത് ഫുൾ കോട്ട്. അടുത്തതായിട്ട് നമുക്ക് ഫുൾ കോട്ട് എന്താണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ മാഗസിൻ എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് ഫുൾ കോട്ട്സ് കാണാൻ പറ്റും. നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് ഫുൾ കോട്ട്? ഫുൾ കോട്ട്സ് മീൻസ് അടുത്തതായിട്ട് നമുക്ക് പറയാൻ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ഓരോ പേജിലും കാണാൻ പറ്റും. പറയാനുള്ളത് ഓരോ പേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലേഖനമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രലായിട്ട് ഒരു പ്രത്യേക ഹൈലൈറ്റ് ആയിട്ട് ഒരു 2-3 വരി പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കോളത്തിൽ ബോക്സ് ആയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെ ഷെയ്ഡിലോ ഒക്കെ നൽകിയിരിക്കും.
അതാണ് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം. ലേഖനത്തിൽ നിന്ന് പുൾ ഔട്ട് ഇറ്റ് ഈസ് നോട്ട് ടു പുൾ ഔട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്സ് ഓഫ് ദ സ്റ്റോറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് ഓഫ് ദ സ്റ്റോറിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത്. അങ്ങനെ കൊടുക്കുന്ന ഭാഗത്തെയാണ് പുൾ കോട്ട് എന്ന് പറയുന്നത്. ബ്രേക്കപ്സ് ദ ബിഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി കോപ്പി. ബോഡി കോപ്പിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പുറത്തേക്ക് തള്ളി ഒരു പ്രത്യേക ബോക്സിലാക്കി നൽകുന്നു. ഇതൊരു കൊട്ടേഷനിലാണ്. ആരെങ്കിലും ഒരു നറേറ്റീവ് റൈറ്റിംഗ് ആണെങ്കിൽ, ഒരു അനുഭവക്കുറിപ്പാണെങ്കിൽ അയാൾ പറഞ്ഞ അയാളായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അയാൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാചകങ്ങളുണ്ട്. ഈ വാചകങ്ങൾ പ്രത്യേകമായിട്ട് ആ ലേഖനത്തിൽ തന്നെ അത് പ്രതിപാദിച്ചതാണ്. അതിൽ ഒന്നുകൂടെ എടുത്തു കാണിച്ച് സെന്ററിൽ ഒരു പ്രത്യേക ബോക്സിലാക്കിയിട്ട് പ്രത്യേക ഷെയ്ഡിലൊക്കെ കൊടുക്കും. ഇതിനാണ് നമ്മൾ പുൾ കോട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ളത്